ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. നമ്മൾ തലേന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ച വെജിറ്റബിൾസും പിന്നെ ഫിഷ് കട്ട് ചെയ്തത്, തേങ്ങ ചിരവിയത്, അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തലേന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് കുക്കിംഗ് ഈസി ആവുമല്ലോ. ആദ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കും. പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ആയി പുട്ടും കടലയും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറും കടലക്കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ കുറച്ച് സോയാ ചങ്ക്സ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നെച്ചൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കടലക്കറി സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ കുറച്ച് മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒത്തിരി ഗരം മസാല, ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ്. പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ ലാസ്റ്റ് വേവിച്ചിട്ടാണ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല വെന്ത് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ഇഷ്ടാവില്ല, അധികം ഉടയാതെ കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് സോയാ ചങ്ക്സ് ഫ്രൈ ആക്കുന്നുണ്ട്. നിച്ചുവിന് ലഞ്ച് ബോക്സിലേക്ക് റെഡിയാക്കാണ്. പിന്നെ ഈ ചട്ടുക എവിടെ നിന്ന് വാങ്ങിച്ചാണെന്ന് ഏതോ ഒരു വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ ആയപ്പോൾ പറയാണ് കേട്ടോ. അതൊരു എക്സിബിഷന് വാങ്ങിയതാണ്, കുറേ ആയി വാങ്ങിയിട്ട്. വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ ഇത് ചിരട്ടക്കയിലാണ്, ചിരട്ട വെച്ചിട്ടുള്ള. ഇത് നമ്മളവിടെ അടുത്തൊരു ഈ ബാമ്പൂൻ്റെ കൊട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതും 2 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പൊട്ടിപ്പോയിട്ട്, അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായി. നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ മറ്റേതൊരു ചെറിയ സ്പൂണ് നെസ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചോറും കറിയൊക്കെ അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കിച്ചണിലേക്ക് ഇടുന്ന് പരക്കം പായേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക. കുക്കിങ്ങൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഓടണ്ട. ഞാൻ അരിയൊക്കെ കഴുകി എന്നിട്ട് കടലക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ട് ഒരുമിച്ച് അത് അടുപ്പത്ത് വെക്കും. എന്നിട്ട് അടുത്ത പണികൾ ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പേരിക്ക് വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് പോളകൾ അടർത്തി മാറ്റുക. കുറച്ച് പോളകൾ മാത്രം അടർത്തി മാറ്റിയാൽ മതിയിട്ട്. എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഭാഗം അടർത്തി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുട്ടി ഭാഗം മാത്രമാണ് ഉപ്പേരി വെക്കാൻ എടുക്കുക. അപ്പോൾ ഒന്നൊന്നും ഉണ്ടായാൽ തികയില്ല. ഒരു 4-5 എണ്ണമൊക്കെ കിട്ടിയാലേ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പം ആദ്യമൊക്കെ ഞാനിത് കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിടുക ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യലില്ല. കട്ട് ചെയ്തെടുത്തിട്ട് അത് അപ്പം തന്നെ നല്ലോണം കഴുകിയെടുത്താൽ അതിന് കളർ വ്യത്യാസം ഉണ്ടാവില്ല, കയ്പ്പൊന്നും ഉണ്ടാവില്ല, തീരെ കയ്പ്പുണ്ടാവില്ല. നേന്ത്രക്കായ, മൈസൂർ പഴം, ഞാലിപ്പൂവൻ, ഇതിൻ്റെയൊക്കെ വാഴക്കൂമ്പാണ് ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറയും. റോബസ്റ്റിൻ്റെതാണെങ്കിൽ ഭയങ്കര കയ്പോട്ട് മരണ കയ്പാവും. ഞാനൊരു പ്രാവശ്യം പെട്ടതാണ്. ഇവിടെ റോബസ്റ്റ് കായ്ച്ചപ്പം ഞാനതിൻ്റെ വാഴക്കൂമ്പെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി. ഭയങ്കര കയ്പ്പാണ്. അതെന്ത് ചെയ്താലും അതിന് കയ്പ്പുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇതുപോലെ ഗ്ലൗസ് ഇട്ടാൽ കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ കറ ഒന്നാവില്ല. അതുകൊണ്ടല്ലേ ഇത് കാണിക്കണം. എല്ലാ വീഡിയോയിലും കമൻറ്റിൽ ചോദിക്കണതാണ് ഏത് ഗ്ലൗസാണ് ഉപയോഗിക്കുന്നത്, അതൊന്ന് കാണിക്കുമെന്ന്. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ പല കളറിൽ വാങ്ങിക്കണ കിച്ചൺ ഗ്ലൗസ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാവുമ്പോൾ ഈ വിരലിൻ്റെ അറ്റത്തൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ഇതാവുമ്പോൾ നല്ല ടൈറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴും ഫിഷ് കട്ട് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. മറ്റേത് ഇതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പം ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകും. പിന്നെ അത് ഉപയോഗിക്കാനും പറ്റില്ല. പിന്നെ റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഡ്രസ്സുകൾ, കല്ലിൽ അലക്കാനുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല, അത് കഴുകുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ. പിന്നെ പാത്രങ്ങൾ കഴുകുമ്പോഴും ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ഇട്ട് അവിടെ ടൈറ്റായിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ഫുൾ ഡേ ഈ ഒരു ഗ്ലൗസ് തന്നെ ഉപയോഗിക്കും ചെയ്യാം. പിന്നെ ഈ ഗ്ലൗസ് വാങ്ങിയത് ഈ കേക്കിൻ്റെ ഒക്കെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഓൺലൈനായിട്ട് വാങ്ങിയതല്ല. ഓൺലൈനായിട്ട് മീഷോയിൽ നിന്ന് ഞാനൊരു ഗ്ലാസ് ടൈപ്പ് വാങ്ങിച്ചിരുന്നു. അത് അത്ര പോരാ, അത് വെള്ളമൊക്കെ തട്ടുമ്പോൾ വേഗം കീറി പോകുന്നുണ്ട്. അപ്പോൾ കടലക്കറി റെഡിയായി. പച്ച തേങ്ങയുണ്ട്, അരച്ചത്, വറുത്തരച്ചതല്ല.
തേങ്ങയിൽ പെരുംജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചതാണ്. നമ്മൾ കറികൾ വറവിടുന്ന സമയത്ത് ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറും പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഇന്നലെ നനച്ച് വെച്ചായിരുന്നു കേട്ടോ, പുട്ടുപൊടി. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നനച്ച് വെച്ചാൽ രാവിലെ എളുപ്പമല്ലേ പുട്ട് ചുട്ടെടുക്കാനും, കഴിക്കാതിരിക്കുന്ന സമയത്ത് ചൂടോടെ ചുട്ടെടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഷഫീദ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഒരു ഹായ് പറയുമോ എനിക്ക്. അപ്പോൾ ഷഫീദക്ക് ഒരു ഹായ്. പിന്നെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഹായ്. പിന്നെ അതാ പുട്ടുകുറ്റിയിൽ ഞാൻ രമ്പയില ഇട്ട് കൊടുക്കുന്നുണ്ട്. രമ്പയില ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവുമല്ലോ, നല്ല നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരിക. കുറേ ആയി പുട്ടുണ്ടാക്കണം എന്ന് വിചാരിക്കണേ. എപ്പോഴെങ്കിലും പുട്ടുണ്ടാക്കുമ്പം ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പം ഉണ്ടല്ലോ ഇഡ്ഡലി തട്ടിൽ ഗ്ലാസ്സിലൊക്കെ ഫില്ല് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കണ അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പുട്ടുകുറ്റിയിൽ തന്നെ ഉണ്ടാക്കി. അപ്പം നിച്ചുവിന് ഇവിടെ ലഞ്ച് റെഡിയാക്കുകയാണ്. അവൾക്ക് ബീട്രൂട്ട് അച്ചാറുണ്ട്, അതും സോയാ ചങ്ക്സ് ഫ്രൈ ആക്കിയതും മതി എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേന്ന്. മുതിര വെച്ചിട്ടുണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ മുതിര നോക്കുമ്പോൾ കഴിഞ്ഞിരിക്കണം, മുതിര ഇല്ല. അപ്പോൾ പിന്നെ പയർ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ സവാളയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഞെരടിയിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്കതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അത്ര ഇഷ്ടമല്ല തേങ്ങ ഇടണത്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ മുരിങ്ങാക്കായും ചെമ്മീനും കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. മാങ്ങ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. പിന്നെ ചെമ്മീനിൽ പൊട്ടാറ്റോ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, അധികം വേവരുത്. പിന്നെ നമ്മൾ ചെമ്മീനും മുരിങ്ങക്കായ ആണെങ്കിലും പൊട്ടാറ്റോ ആണെങ്കിലൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വെക്കൽ. തേങ്ങ അരച്ചതും ചേർത്തിട്ട് ഒരുമിച്ചാണ് വേവിക്കുക. മുരിങ്ങക്കായ്ക്കും ചെമ്മീനും ഒന്നും അധികം വേവില്ലാത്തതല്ലേ, അപ്പോൾ തേങ്ങയും കൂടെ അരച്ചിട്ട് വേവിക്കുക. ആദ്യം നമ്മളൊന്ന് മുരിങ്ങക്കായും ചെമ്മീനും കൂടെ വേവിക്കാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്നിച്ച് വേവിച്ചെടുക്കട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങാണെങ്കിലും അങ്ങനെ തന്നെ. ചക്കക്കുരു ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വേവുണ്ടല്ലോ, അപ്പോൾ ആ ചക്കക്കുരു ഒന്ന് ആദ്യം വേവിച്ചെടുക്കും. എന്നിട്ട് പിന്നെ ചെമ്മീനും തേങ്ങ അരച്ചതും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. മുരിങ്ങക്കായ ഞാൻ നല്ല കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ടാണ് തൊലി കളഞ്ഞിട്ട് നേരെ മുറിച്ചിട്ട് കൊടുത്തത്. പിന്നെ തേങ്ങയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് അരച്ചത്. എനിക്ക് പിന്നെ മല്ലിപ്പൊടി അറിയുമ്പോൾ മുളകൊക്കെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. അപ്പം അതാണ് ഞാൻ മീൻ കറിയിലേക്കും ഇറച്ചിക്കറിയിലേക്കൊക്കെ ഉപയോഗിക്കൽ. പിന്നെ മാങ്ങയ്ക്ക് പകരം പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്ത്. കുക്കിംഗ് ആണെങ്കിലും അതിലൊക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല അടുക്കും ചിട്ടയോടും ഭംഗിയോടെയും കൂടി ഒരുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പം നമുക്കതൊരു ടെൻഷനൊന്നും ആയി തോന്നില്ല, നല്ല ആസ്വദിച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ കിച്ചണിലാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ നോക്കുക. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നല്ല മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാം, ഖുർആൻ കേൾക്കാം, അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരും. എന്നും കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കിച്ചണിൽ കുറച്ച് 1-2 മണിക്കൂർ നല്ല സ്പീച്ച് കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ അത് കേൾക്കാം. നമ്മളൊരു ടെൻഷനില്ലാതെ കുക്ക് ചെയ്യുമ്പോഴേ നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. വീഡിയോ എടുക്കുന്ന ദിവസം അധികം ഞാൻ വെക്കാൻ സമ്മതിക്കില്ല, കാരണം അപ്പോൾ ആ സ്പീച്ചാവും വീഡിയോയിലൊക്കെ വരിക. ഇപ്പോൾ ഈ കടുക് പൊട്ടിക്കണ സൗണ്ട് നമുക്കിങ്ങനെ വീഡിയോയിലുള്ള സൗണ്ടിൻ്റെ കൂടെ ആ സ്പീച്ചും കേൾക്കുമ്പോൾ പിന്നെ ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കണ ദിവസം അധികം സ്പീച്ചൊന്നും വെക്കാറില്ല. എന്നാലും അറിയാതെ ചിലപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് വെച്ചുതരും. അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഇതിനിടയിൽ ഞാൻ വാഴക്കൂമ്പ് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ വറവിട്ടെടുത്തത്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ബാക്കി വന്നിട്ടുള്ള വാഴക്കൂമ്പ് തോരനും പിന്നെ ഫിഷ് ഫ്രൈ ആക്കിയതും ആവോലിയായിരുന്നു കേട്ടോ ഫിഷ്. അത് ഫ്രൈ ആക്കിയതും കറിയും ഒക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. വൈകുന്നേരം കേട്ടോ നനയ്ക്കുക. നമ്മളെ മുറ്റത്ത് ഭയങ്കര വെയിലാണ്. ഒരു 9 മണിയാകുമ്പോഴത്തേക്കിന് നല്ല വെയിലാവും. വെയിലൊക്കെ കൊള്ളണത് നല്ലതാണ്, പക്ഷെ അത് ഇളം വെയിൽ 8 മണിക്ക് മുന്നുള്ള വെയിൽ കൊണ്ടാൽ നല്ലതാണ് കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് വേഗം വരുന്നതാണ് ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കൊക്കെ വെയിൽ കൊള്ളുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നല്ല കഠിന വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അസുഖം വരും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായി. അപ്പോൾ മുറ്റത്തേക്കൊന്ന് നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡൻ വലിയൊരു സംഭവം ഗാർഡനൊന്നുമല്ല, കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഉള്ളൊരു ഗാർഡനാണ്. ഇപ്പോൾ പൂക്കളില്ല, ബൊഗൻവില്ല അടീനയാണല്ലോ നമ്മൾ ഗാർഡനിൽ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷന്. പക്ഷേ ചെടികൾ നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെടി നനയ്ക്കുന്നതിൻ്റെ മുന്നേ വണ്ടുകൾ, പൂമ്പാറ്റകൾ, തേനീച്ച, അങ്ങനെ പൂമ്പാറ്റ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ ഓടി നടന്ന് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുമ്പിൻ്റെ ഒക്കെ പിന്നാലെ ഇങ്ങനെ ഓടി 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 നടന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തുമ്പിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കൂല, അതാണ് എനിക്ക് ഓർമ്മ വരിക. സത്യത്തിൽ നമ്മളെ മൈൻഡിനപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും ഒരു സന്തോഷമാണ്. നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോകും. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഞാനിപ്പോൾ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ചെടി നനയ്ക്കാൻ ഇറങ്ങിയപ്പോഴാണ് പൂമ്പാറ്റയും വണ്ടും തേനീച്ചയും എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടണ കൊണ്ടാവും ഞാനതൊക്കെ കാണുന്നത്. ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ അത് കാണുന്നുണ്ടാവില്ല, അത് മൈൻഡ് ചെയ്യണമുണ്ടാവില്ല. ഞാനിപ്പോഴും ഒരു ചെറിയ കുട്ടീൻ്റെ കൗതുകത്തോടെ ഒരു പൂമ്പാറ്റിനെ കണ്ടാലും കിളീനെ കണ്ടാലൊക്കെ നോക്കി നിൽക്കും. വീഡിയോ എടുത്തില്ലെങ്കിൽ അത് നോക്കി നിൽക്കും. ചിലപ്പം കിളീൻ്റെ സൗണ്ട് കേട്ടാൽ അതേത് കിളിയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം, ഒരു ജിജ്ഞാസ ഉണ്ടല്ലോ. വേറെ എന്തെങ്കിലും ശബ്ദമാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ ചെയ്യുക, അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. പിന്നെ അതേപോലെ എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ നല്ല ഭംഗിയുള്ള കൊട്ടയിൽ നല്ല രസമുള്ള ബാസ്ക്കറ്റിലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുക. അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമാണല്ലേ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണത് കാണാനെന്നൊക്കെ. അത്രയും നല്ല ഭംഗിയുള്ള ഫാമിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പറിച്ചെടുക്കണത്. അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ. അന്നൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറിക്കണ ഒരു വീഡിയോ എടുത്ത്, ഫ്രൂട്ട്സ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമായി, അടിപൊളി കമൻസൊക്കെ വന്ന് അത് കണ്ടിട്ട് കുറേ ഫ്രൂട്ട്സ് ഫാം, വീട്ടിലൊക്കെ ഉള്ള ഫാം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ എനിക്കൊരു കൊട്ട നിറയെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പറിക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. നമുക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് കേട്ടോ അവിടുത്തെ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കണ ഉമ്മർക്കൊക്കെ നല്ലൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ കേട്ടോ എല്ലാ വീഡിയോസും ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. അപ്പോൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് അമ്പഴങ്ങൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പം അമ്പഴങ്ങ ഉപ്പിലിടാനും കറി വെക്കാനും പിന്നെ മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അച്ചാറിടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചെറിയ അമ്പഴങ്ങ, നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടണ പോലെ ഉപ്പിലിടട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്ത്, കുറച്ച് മുളകും പറിച്ചെടുത്ത്. അപ്പോൾ അടിപൊളി ബാസ്ക്കറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടാണ് വേഗം പോയത്. വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, പിന്നെ പോയപ്പോൾ തോന്നി വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഈ ബാസ്ക്കറ്റ് അതൊക്കെ ഞാൻ ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബാസ്ക്കറ്റായിരുന്നു. അങ്ങനെ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഒന്ന് വിരിച്ചിടണം. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇവിടെ മടക്കി വെക്കുക. പിന്നെ ഈ ബെഡ്ഷീറ്റിനുള്ളിൽ തന്നെ ഞാൻ പില്ലോ കവറും പിന്നെ കുഷൻ കവറൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ എൻ്റെ കഥ കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയൂല. എന്തായാലും ഓരോ ഫ്രൂട്ട്സ് ഗാർഡൻ്റെ വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴും നല്ല ആസ്വദിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. വിജയേട്ടൻ്റെ ഫ്രൂട്ട്സ് ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ. അതും കാണാൻ ഭയങ്കര പ്രകൃതി സുന്ദരമായൊരു പ്രദേശമാണ്. ഇനി എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, വീഡിയോ എടുക്കാനും ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ എല്ലാ റൂമിലേത്തതും കൂടെ ഒറ്റ ദിവസം മാറ്റലില്ല, 2 റൂമിലത്തെ വെച്ചിട്ട് അങ്ങനെ മാറ്റല ചെയ്യൽ.
ഇന്നിപ്പം ഈ റൂമിൽ പിന്നെ എപ്പോഴും മാറ്റലും ഇല്ല കേട്ടോ. ഈ റൂമിൽ ആരും കിടക്കാത്ത ഉപയോഗിക്കാത്ത റൂമാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കലുള്ളൂ ഈ റൂമിൽ. ഇപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഈ റെഡ് ബെഡ്ഷീറ്റ് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് എപ്പോഴും പ്ലെയിൻ ബെഡ്ഷീറ്റാണ് ഇഷ്ടം. ഇപ്പം പ്രിൻറ്റിനോടൊക്കെ ഒരു ഇഷ്ടം തുടങ്ങിയത്. നല്ല അടിപൊളി പ്രിൻ്റൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നല്ല കളേഴ്സിൽ പേസ്റ്റൽ കളേഴ്സിലൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ കൂടെ കംഫർട്ടും വേറൊരു 5-6 തരം പില്ലോ കവറും പില്ലോ ഒക്കെ ഉണ്ട്. ആ റൗണ്ട് ഷേപ്പിലുള്ള പില്ലോസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മളെ ചോറിലേക്ക് ഇന്ന് എന്താണ് വാഴക്കൂമ്പ് തോരനും ചെമ്മീനും മുരിങ്ങാക്കായ കറി ബീറ്റ്റൂട്ട് അച്ചാറും ആവോലി ഫ്രൈയും. ഇന്ന് ഞാൻ അമ്പഴങ്ങ ഉപ്പിലിടുമ്പം ഒരു അബദ്ധം പറ്റി. ഞാനിന്ന് അത് പച്ചക്കൻ്റെയാണ് ഉപ്പിലിടുക. അപ്പോൾ നല്ല ക്രഞ്ചായിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിളച്ച വെള്ളത്തിലിട്ട് എനിക്കൊരു ഫോൺ വന്നപ്പം ശ്രദ്ധ ഒന്ന് മാറി. അപ്പം അതെന്താ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അടർന്ന് പോന്ന്. പക്ഷേ രസമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിലിട്ടപ്പം കുറച്ച് വിനീഗറും കുറച്ച് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം വിനീഗറും പിന്നെ നമ്മൾ അമ്പഴങ്ങ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത്, വേവിക്കൊന്നും വേണ്ട, തിളച്ച വെള്ളത്തിലിട്ട് എടുത്താൽ മതി. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുളകും അമ്പഴങ്ങയും ഒക്കെ കൂടെ വന്നപ്പം പിന്നെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.